ഹലോ, ഇങ്ങനെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഒരുപാട് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്. അങ്ങനെ ഇന്നിതാ നമ്മൾ റെസിപ്പി വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഉരുളൻകിഴങ്ങ് കുക്കറിൽ വെച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. ഞാൻ ഇങ്ങനെ ഇട്ടതാണ്, പക്ഷേ മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവസാനം ഇതാക്കുന്നത്. കാരണം വേവാതായപ്പോൾ ഞാൻ മുറിച്ചിരുന്നു. അങ്ങനെ ഏകദേശം 6 വിസിൽ അടുപ്പിക്കാം. 6 വിസിലിന് ശേഷം നമ്മൾ ഉരുളൻകിഴങ്ങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അതിനെ സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണ്. ഉടച്ചതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാലയും അതുപോലെ ഒരു വലിയ ഉള്ളിയുടെ ഹാഫ് പോർഷനും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സൈഡ് മാറ്റി വെക്കുക. എക്സ്ട്രാ ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡാക്കാൻ മറക്കരുത്. ഞാൻ ആ ചാറ്റ് മസാലയുടെ ഉപ്പ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കയ്യിൽ സുർക്കയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളെ മെയിൻ താരം, ഇതാണ് നമ്മളെ താരം, മുളകുണ്ടല്ലോ, ബജിമുളക് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അങ്ങനെ ബജിമുളക് കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ സീഡൊക്കെ ഒഴിവാക്കി കൊടുക്കുക. ഈ സീഡ് ഒഴിവാക്കൽ നിർബന്ധമായിരുന്നു, കാരണം ഇത് കട്ട് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ ആ സ്പൈസിനെസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ സ്മെല്ല് മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച വെള്ളത്തിൻ്റെ ഇതിലേക്ക് ഈ മുളകൊക്കെ മുക്കി വെക്കണം. അങ്ങനെ മുക്കി വെക്കാൻ വെള്ളം ലേശം കൂടെ വെള്ളം ആഡാക്കി കൊടുത്തു. അങ്ങനെ അതൊരു 10 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഇനി ഇതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലപ്പൊടിയും ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ബേക്കിംഗ് പൗഡറും യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഏകദേശം 3/4 ഗ്ലാസ്സോളം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി പാകത്തിനൊരു രൂപത്തിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ പൊട്ടാറ്റോ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഈ മുളകിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റഫ് ചെയ്ത് വെക്കണം. അതിൻ്റെ വീഡിയോ എടുത്തില്ല. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ എണ്ണയിലോട്ട് നമ്മൾ മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കോരിയെടുക്കുക ഓരോന്നോരോന്നിച്ചായിട്ട്. അങ്ങനെ നമ്മളെ മുളക് ബജി ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അങ്ങനെ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. റമദാൻ മാസമൊക്കെ നോമ്പിന് എന്തായാലും പൊരിക്കടിയൊക്കെ സിമ്പിളായിട്ട് വേണമെന്നുള്ളവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ്.